ഹലോ ദർ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. ഏറ്റവും പുതിയ 2024 മോഡൽ ടി വി എസ് ജൂപ്പിറ്റർ 110 ആണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് പുതിയതായിട്ട് ടി വി എസ് കൊണ്ടുവന്നിരിക്കുന്നത്, എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം നമുക്ക് നേരിട്ട് കാണാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ഫീച്ചേഴ്സിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ ഒരു പുതിയ LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ സ്മാർട്ട് ടെക്സ് കണക്ട് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ടിപ്പിക്കൽ ടൈപ്പ് സ്കൂട്ടറിഷ് മിററാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഏപ്രിൻ ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോഡി ലൈൻസ് കാണാൻ സാധിക്കും. ടി വി എസ് ലോഗോ വരുന്നുണ്ട്. ഇൻഫിനിറ്റി LED DRL ആണ് ഈ ഒരു ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റർ ഫീച്ചറും വരുന്നുണ്ട്. അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിന് ബസർ വരുന്നുണ്ട്. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ TVS ഐഗോ അസിസ്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ബോഡി കളേർഡ് ആയിട്ടുള്ള മെറ്റൽ മഡ് ഫ്ലാപ്പാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ 12 ഇഞ്ച് അലോയ് വീൽസിൽ 90/90 സെക്ഷൻ TVS ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് 220 mm പെറ്റൽ ഡിസ്ക് ബ്രേക്ക് കാണാൻ സാധിക്കും വിത്ത് കമ്പൈൻഡ് ബ്രേക്കിംഗ് ടെക്നോളജി. ബാക്കിൽ 130 mm ഡ്രം ബ്രേക്കാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. 105 കിലോഗ്രാമാണ് വാഹനത്തിൻ്റെ ഓവറോൾ ഭാരം കൊടുത്തിരിക്കുന്നത്. മീറ്റർ കൺസോളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് കളർ LCD റിവേഴ്സ് LCD മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത്. ടൈം, ആവറേജ് എക്കണോമി, റിയൽ ടൈം എക്കണോമി, സ്പീഡോമീറ്റർ, ഇക്കോ ആൻഡ് പവർ മോഡ് ഇൻഡിക്കേഷൻ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ്, ഓഡോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B, റേഞ്ച്, ഫ്യൂൽ ഗേജ്, അതുപോലെ തന്നെ TVSൻ്റെ സ്മാർട്ട് ടെക്സ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വെച്ച് ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പുതിയ മീറ്റർ കൺസോൾ വരുന്നുണ്ട്. പുതിയൊരു ഡാഷ്ബോർഡ് ലേഔട്ട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഡിസൈൻ കാണാൻ സാധിക്കും. സ്വിച്ച് ഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹൈ ബീം ആൻഡ് ലോ ബീം പാസ് സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ ഓൺ ഓഫ് സ്വിച്ച്. ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച് വരുന്നത്. ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹസാർഡ് ലാമ്പ് ഈ ഒരു വാഹനത്തിൽ ഓൺ ആവുന്നതായിരിക്കും. കണ്ടില്ലേ, ഓഫാക്കാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ക്ലിക്ക് മതി. അതുപോലെ ഇവിടെ നമുക്ക് ഹോൺ വരുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ബട്ടൺ, അത് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് വന്നിരിക്കുന്നത്. താഴെയാണ് നമ്മുടെ പവർ സ്റ്റാർട്ട് ബട്ടൺ വന്നിരിക്കുന്നത്. സിംഗിൾ ടാപ്പ് സ്റ്റാർട്ടാണ്. അതായത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്റ്റാർട്ടാവും. ക്രാങ്ക് ചെയ്ത് പിടിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് വോയിസ് അസിസ്റ്റിൻ്റെ ബട്ടണും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 10x10 നാവിഗേഷൻ, വോയിസ് അസിസ്റ്റ് പോലെയുള്ള ഫംഗ്ഷൻസും വന്നിട്ടുണ്ട്. 2 ലിറ്റർ ഗ്ലൗ ബോക്സ് ആണ്, USB ചാർജിങ് പോർട്ട്, മൾട്ടി ഫംഗ്ഷൻ കീ അസംബ്ലി, ഫ്രണ്ട് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിങ്, ലഗേജ് ഹുക്ക്, അതുപോലെ തന്നെ വളരെ വൈഡായിട്ടുള്ള ഒരു ഫുഡ് ബോർഡ് ഏരിയ വിത്ത് ഇൻട്രസ്റ്റിംഗ് ഫുഡ് ബോർഡ് ഡിസൈൻ. മെറ്റൽ സൈഡ് ബോഡി പാനലാണ് വന്നിരിക്കുന്നത്. അതിൽ ജൂപ്പിറ്ററിൻ്റെ 3D ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഈ ഒരു ഡിസൈനൊക്കെ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ്ങസ്റ്റ് സീറ്റാണ്. 736 mm ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33 ലിറ്ററിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജാണ് വരുന്നത്. ഈസി ആയിട്ട് 2 ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിനകത്തിരിക്കും. അത്രയ്ക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന റിയർ ഗ്രാബ് റെയിൽ കാണാൻ സാധിക്കും. ഇത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ ഇൻഫിനിറ്റി LED ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. അതിലും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് TVS കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 12 ഇഞ്ച് അലോയ് വീൽസിൽ 90/90 സെക്ഷൻ ടയർ കൊടുത്തിട്ടുണ്ട്. 130 mm ഡ്രം കാണാൻ സാധിക്കും. എക്സോസ് ഡിസൈനിന് വലിയ ചേഞ്ച് വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. എന്നാലും ഈ ഒരു ഡിസൈനുമായിട്ട് നന്നായിട്ട് ഒതുങ്ങി ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഈ ഒരു എക്സോസിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. 113cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനിൽ ഒരുപാട് മാറ്റങ്ങൾ TVS വരുത്തിയിട്ടുണ്ട്. ഇതൊരു ബ്രാൻഡ് ന്യൂ എഞ്ചിൻ തന്നെയാണ് TVS വിശേഷപ്പെടുത്തുന്നത്. കാരണം ഇതിൻ്റെ പിസ്റ്റൺ റിങ്സിൽ ഡയമണ്ട് ലേ കോട്ടിങ് കൊടുത്തു. അതുപോലെ തന്നെ എഞ്ചിൻ ഇൻറ്റേർണൽസിലൊക്കെ തന്നെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. കാരണം എഞ്ചിൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് 105 കിലോഗ്രാം എന്നുള്ള ഒരു കർവ് വെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. മാത്രമല്ല ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയിൽ നല്ലൊരു ബൂസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലിപ്പോൾ ഒരു ഐഗോ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഒരു എക്സ്റ്റേണൽ അസിസ്റ്റ്, അതായത് ഈ ഒരു വാഹനത്തെ ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ISG മോട്ടറിൽ ഒരു അസിസ്റ്റ് ഫംഗ്ഷൻ കൂടെ അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ നിന്നും കറണ്ട് എടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ പവർ വേണ്ട സമയത്തേക്ക് ഒരു ബൂസ്റ്റ് തരാനും വേണ്ടിയിട്ട് ആ മോട്ടറും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് വാഹനത്തിൻ്റെ നോർമൽ ടോർക്ക് എന്ന് പറയുന്നത് 9.2 Nm ആണ് 5000 RPM. അതിൽ നിന്നും ഒരു 9.8 Nm ഒരു ബൂസ്റ്റ് ആ ഒരു മോട്ടറിൻ്റെ സഹായത്തോടെ കിട്ടും. പിന്നീട് നമുക്ക് ബൂസ്റ്റ് ആ അസിസ്റ്റ് വേണ്ടാത്ത സമയത്തേക്ക് തിരിച്ച് ബാറ്ററി ചാർജ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് ഈ ഒരു ടെക്നോളജി വരുന്നത്. ഇത് ഓൺ ഓഫ് ആകാനുള്ളത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെയാണ് അത് ചൂസ് ചെയ്യുന്നത്. നമ്മളുടെ റൈഡിങ് സ്റ്റൈൽ നോക്കിയിട്ട്, നമ്മുടെ ത്രോട്ടിൽ ആപ്ലിക്കേഷൻസ് നോക്കിയിട്ട് എപ്പോഴാണോ ആ ഒരു എക്സ്ട്രാ അസിസ്റ്റൻസ് വാഹനത്തിന് വേണമെന്ന് തോന്നുന്നത് ആ ഒരു സമയത്തേക്ക് ആ ഒരു മോട്ടറിൻ്റെ അസിസ്റ്റൻസും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ലൈറ്റിൻ്റെ പ്രകടനം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിലൊരു എമർജൻസി ബ്രേക്കിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു 50 കിലോമീറ്ററെങ്കിലും സ്പീഡിൽ നിന്നും പെട്ടെന്ന് ഒരു സഡൻ സ്റ്റോപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഹസാർഡ് ലാമ്പ് ഓണായിട്ട് നമുക്ക് പുറകിൽ വരുന്ന ആൾക്കൊരു വാണിംഗ് കൊടുക്കും. വണ്ടി പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പോവുകയാണെന്നുള്ളത്. ആ ഒരു നല്ല സേഫ്റ്റി ഫീച്ചർ ഇതിൽ TVS ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ബാക്കിലും കത്തും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ടേൺ ഇൻഡിക്കേറ്ററും കത്തുന്നതായിരിക്കും.
മാത്രമല്ല ഇതിൽ സെൽഫ് ക്യാൻസലിംഗ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് റോഡിൽ പലരും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അത് ഓഫ് ആക്കാണ്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ പുറകെ വരുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇതിൽ ഒരു സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേറ്റർ ഫീച്ചറും ടി വി എസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് ഫോളോ മീ ഹെഡ് ലാമ്പാണ്. വാഹനം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇരുട്ടത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഓഫ് ആക്കി നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാലും ഒരു 20 സെക്കൻഡ് നേരത്തേക്കും കൂടെ ഈ ഒരു ഹെഡ് ലാമ്പ് കത്തിക്കിടക്കും. നമുക്ക് ആ ഒരു വെട്ടത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലാവുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ഈ ഒരു 110cc സ്കൂട്ടറിൽ ടി വി എസ് കൊടുത്തിട്ടുണ്ട്. ഐഡിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, സൈലൻറ്റ് സ്റ്റാർട്ട് പോലെയുള്ള ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ബോഡി ബാലൻസിങ് ടെക്നോളജി, ഈസി സെൻറ്റർ സ്റ്റാൻഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റീസ് ബാക്കി സ്കൂട്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ബെറ്റർ ആണെന്നാണ് ടി വി എസ് അവകാശപ്പെടുന്നത്. മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു വാഹനത്തെ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കാനും സാധിക്കും. അതും ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ്. പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഏറ്റവും പുതിയ 2024 മോഡൽ ടി വി എസ് ജൂപ്പിറ്റർ 110 വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഫീച്ചർ ഏതാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു വാഹനത്തിന് ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂവും ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട് വാഹനം എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കും അതറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്.